എന്റെ പേര് അബ്ദുൾ റഷീദ്. ഏജ് ഏജ് പറയണോ? ഏജ് 46 പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏജ് 46 പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു 14 വർഷം പ്രവാസിയായിരുന്നു. കാരണം ഞാൻ എന്റെ ബിഫോർ പിക്ചർ, താങ്ക് യു മൈ കോച്ച്, എന്റെ ബിഫോർ പിക്ചറാണ്. ഈ ഒരു അവസ്ഥയിലായിരുന്നു എന്റെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. എന്താണ് ലൈഫ് സ്റ്റൈൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ലൈഫ് സ്റ്റൈലിനെ കുറിച്ചൊന്നും അറിയില്ല. എന്താണ് ശീലങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് 3:30 മണിക്ക് സൗദി അറേബ്യയിൽ ഒരു ക്യാമ്പിനകത്തിന്റെ ഒരു ഷോപ്പുണ്ട്. ആ ഷോപ്പ് ഓപ്പൺ ചെയ്യും. 1:30 മണിക്ക് കിടക്കും. 22 മണിക്കൂർ ജോലി എടുക്കും. 1,20,000 രൂപ സാലറി എടുക്കും. ഇതാണ് എന്റെ കിട്ടുന്ന ഭക്ഷണം. വേറെ ആരെങ്കിലും വന്ന് കഴിക്കുമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് അങ്ങനെ എത്താം. പിന്നെ എനർജി ഡ്രിങ്ക്സ് ധാരാളം, ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൂൾ റെഡ്, ഒറോസ്, റെഡ് ബുള്ള്, ഇങ്ങനെയുള്ള പല എനർജി ഡ്രിങ്ക്സും ഞാൻ ഇങ്ങനെ ധാരാളമായിട്ട് ഉപയോഗിക്കും. ഇപ്പൊ ടോയ്ലറ്റിൽ പോകുമ്പോഴൊക്കെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് തുടങ്ങി. കാര്യം വെച്ചാൽ ക്യാമ്പ് ആകുമ്പോഴത്തേക്ക് സാധാരണ നോർമൽ ആയിട്ടുള്ള ഒരു ടോയ്ലറ്റില്ല, നമ്മളെ നാട്ടിലുള്ള യൂറോപ്യൻ ക്ലോസറ്റ് അല്ല, നോർമൽ ആയിട്ടുള്ള ക്ലോസറ്റ്. അപ്പൊ അവിടെ പല നാട്ടുകാരുണ്ട്. വളരെ വൃത്തിഹീനമായിട്ടുള്ള ടോയ്ലറ്റില് നമ്മൾ ചെന്നിരിക്കുന്നത് ഫ്രണ്ടിൽ കൈകുത്തിയിട്ടാണ് ഇരിക്കുന്നത്. കാരണം അത്രയും ഭാരമുള്ള ഒരാള് മുട്ടിനൊക്കെ വളരെയധികം വേദനയും പ്രയാസമാണ്. അപ്പൊ മുമ്പിൽ കൈ കുത്താണ്ടിരിക്കാൻ വേണ്ടി പറ്റും. അപ്പം വളരെ ഡൈജഷൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് ആ സമയത്ത്. അപ്പൊ കുറച്ചു നേരം കഴിയുമ്പോൾ എണീറ്റ് നിൽക്കും, വീണ്ടും കുറച്ച് കഴിയും. അപ്പൊ വളരെയധികം വിഷമം ആ സമയത്ത് തോന്നും, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കളഞ്ഞിട്ട് പോയാലോ. ഇപ്പൊ വീടിന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കും. അപ്പം കളഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ 1,20,000 രൂപ അതേക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതൊക്കെ മതി എന്ന് പറഞ്ഞ ചിന്ത. അപ്പൊ എന്റെ ജ്യേഷ്ഠനോട് കൂടി ഈ ആവശ്യം പറഞ്ഞു. എനിക്ക് വളരെ പ്രയാസത്തിലാണ്, എനിക്ക് എത്രയും പെട്ടെന്ന് നാട്ടിൽ പോകണം. ജ്യേഷ്ഠൻ പറഞ്ഞ ഒരൊറ്റ കാര്യം, ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ വീടിന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു, ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ കാശുണ്ടാവില്ല, കുറച്ച് കാശൊക്കെ വരട്ടെ, വന്നിട്ട് നമുക്ക് പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞ കാര്യം ആലോചിച്ചു. ശരിയാണ്, കാശുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ പോയി കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തീരുമാനം. പക്ഷെ മനസ്സിനുള്ളിൽ അങ്ങനത്തെ ഒരു ഇതാണ് കൊടുത്തത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഓടി നടക്കുന്ന ഞാൻ കേസിൽ ഇരിക്കുന്ന അവസ്ഥയിലായി. എനിക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് വന്നു. ഡോക്ടറെ മീറ്റ് ചെയ്തു. ഡോക്ടർ പറഞ്ഞു 10 കിലോ വെയിറ്റ് കുറയ്ക്കണം. 1 കിലോ പോലും കുറയ്ക്കാനുള്ള സമയമില്ല, ഉറങ്ങാൻ പോലും സമയമില്ല. അങ്ങനെ ചേട്ടനുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലാണ് ഞാൻ നാട്ടിൽ കയറി വന്നത്. അതിനിടയ്ക്ക് വൈഫിന് ചെറിയ ഇഷ്യൂസ് ഉണ്ട്. വൈഫുള്ളപ്പോൾ ആ ഒരു റിസൾട്ടിന് ഷെയർ ചെയ്യും. അങ്ങനെ നാട്ടിലെത്തിയപ്പം വീട്ടിനകത്തും പ്രശ്നം. കാര്യം വെച്ചാൽ കുഞ്ഞു മോനാണ്. ആ വാപ്പാന്ന് പറഞ്ഞിട്ട് ചാടി ദേഹത്ത് ഒന്ന് വീഴുമ്പോഴത്തേക്ക് ഒരെണ്ണം കൊടുക്കും, പടവാതിരിക്കും. അപ്പൊ മാറി നിന്ന് കരയുമ്പോൾ വൈഫ് ഓടി എന്ന് പറയും, സൗദിയിൽ ഇനിയിപ്പോ വല്ല ആളുകളിലും ഉണ്ടോ? കാരണം നാട്ടിൽ വന്നിട്ട് മോൻ വന്നിട്ട് ചാടി ഒന്ന് വാപ്പാന്ന് പിടിക്കുമ്പോൾ അവനെ തല്ലുന്ന അവസ്ഥ. കാരണം എനിക്ക് പെയിനാണ്, ബോഡി പെയിനാണ്. അത് എടുത്തു പറയാൻ പറ്റത്തില്ല. കാരണം നെക്ക് പെയിൻ ആണോ, ജോയിന്റ് പെയിൻ ആണോ, അല്ലെങ്കിൽ ബാക്ക് പെയിൻ ആണോ, ഇങ്ങനെ പറയണ്ട. ശരീരം മൊത്തം വേദനയാണ്. ഈ വേദന യൂറിക് ആസിഡ് 10.2 ഹൈ ആയിട്ട് നിൽക്കുന്ന സമയം കൂടിയാണ്. ഫാറ്റി ലിവർ 3 ഗ്രേഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വെരിക്കോസ് വെയിൻ ഉണ്ട്. അപ്പൊ ഈ എല്ലാ പ്രശ്നങ്ങളിലും നിൽക്കുന്ന എന്റെ ദേഹത്തൊന്ന് മോൻ ചാടുമ്പോൾ പെട്ടെന്ന് ദേഹം കിട്ടുന്നു. ആ സമയത്ത് സ്നേഹം ഇല്ലാത്തതല്ല, അടി അങ്ങ് വെച്ചു കൊടുക്കുന്നത്. അപ്പൊ അടുത്ത വീട്ടിൽ പോകും. അടുത്ത വീട്ടിൽ തന്നെ അവിടെ കുട്ടികളില്ലാത്തൊരു ഫാമിലിയാണ്. അപ്പൊ അവർ നന്നായിട്ട് കെയർ ചെയ്യുന്നതുകൊണ്ട് അവൻ രാത്രി സമയങ്ങളിലാകുമ്പോഴത്തേക്ക് വന്ന് ചോദിക്കും, ഉമ്മ ഞാൻ അടുത്ത വീട്ടിൽ കിടന്നോട്ടെ ചോദിക്കും. അപ്പം വൈഫും ഞാനും തമ്മിൽ സ്വരച്ചേർച്ച തുടങ്ങി. രാത്രിയിൽ ഉറക്കമില്ല. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ രാത്രി 2 മണി കഴിഞ്ഞാലും പുറത്തിരിക്കുന്നത് ശീലമാണ്, ഉറക്കം വരില്ല. ശീലം അങ്ങനെ ആയിപ്പോയി സൗദിയിൽ. അപ്പം നമ്മളെ കൂട്ടുകാരെ കാണാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഒരു 4 പേര് കൂടുന്ന സദസ്സിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ 3 ആളും ഒരു കെട്ടായി ഒരു സംഘമായി നിന്നിട്ട് എന്നെ ആക്രമിക്കുക, സംസാരിച്ച് ആക്രമിക്കുക, കളിയാക്കി ആക്രമിക്കുക. അങ്ങനെ എനിക്ക് മാനസികമായിട്ട് വളരെയധികം പ്രയാസം തോന്നി. വീട്ടിനകത്തും സ്വസ്ഥതയില്ല. അപ്പൊ എനിക്ക് വെയിറ്റ് കുറയ്ക്കണം. എന്താണ് മാർഗം? ഞാൻ വന്ന് ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. 6 മാസത്തെ ലീവ് ഉണ്ട്, അതിന് മുമ്പേ പോകണം. അപ്പൊ വൈഫിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, അതും കഴിയണം. ഇതൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് എന്റെ കോച്ചിനെ ഞാൻ മീറ്റ് ചെയ്യുന്നത്. മീറ്റ് ചെയ്തു. കോച്ച് സെന്ററിലെത്തിയപ്പോഴത്തേക്ക് അവിടെ വെയിറ്റ് മെഷീനിൽ കയറി വെയിറ്റ് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് അവിടെ ബോഡി ഏജ് കാണിക്കുന്നു 64. അപ്പൊ എനിക്ക് എന്താണ് ബോഡി ഏജ് എന്ന് അറിയത്തില്ല. ഞാൻ ഉടനെ എന്റെ കോച്ചിനോട് ചോദിക്കുകയാണ്, കയറി നിന്നുകൊണ്ട് അതൊക്കെ പ്രശ്നത്തിലായല്ലേ, ഇനി മെഷീൻ മാറ്റി വെക്കേണ്ടി വരുമോ ചോദിച്ചു. ഇല്ല, അതുകൊണ്ടല്ല. ഞാൻ പറയുന്നത് എന്താണ്, ഇത് നിങ്ങളുടെ ശരീരത്തിന്റെ പ്രായം. നിങ്ങൾ ഇത്രയും കാലം സൗദി അറേബ്യയിൽ സ്റ്റെയിൻ ചെയ്ത് ജോലി ചെയ്തതിന്റെ ഫലമായി നിങ്ങളെ മറന്ന് ജീവിച്ചതിന്റെ ഫലമായി നിങ്ങളുടെ ബോഡി ഏജ് കൂടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലാവാത്ത കുറെ ഭാഷകളാണ് പറയുന്നത്. നിങ്ങളെ മറന്ന് ജീവിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് അത് ഒന്ന് വ്യക്തമാക്കണം. എന്റെ കോച്ച് പറഞ്ഞു, ഒരു വാഹനം ശരിക്കും മേടിച്ചു, ആ വാഹനത്തെ മെയിൻറ്റെയിൻ ചെയ്യാതെ നിങ്ങൾ കൊണ്ടു നടക്കുകയാണെങ്കിൽ, നമ്മൾ വാങ്ങിയ വാഹനം പുതിയ വാഹനമാണെന്ന് മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് അപ്സെറ്റ് ചെയ്യില്ല. അപ്പൊ അവർ പറയും സെക്കൻഡ് ഹാൻഡ് മേടിച്ചതാണെന്ന് പറയും. അതുപോലെ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ നോക്കാതെ, നിങ്ങൾ കെയർ ചെയ്യാതെ നിങ്ങൾ സ്റ്റെയിൻ ചെയ്ത് ഇത്രയും പ്രവർത്തിച്ചത് കൊണ്ട് നിങ്ങളുടെ ശരീരത്തിന്റെ പ്രായം മുന്നോട്ട് പോയിരിക്കുകയാണ്. അപ്പൊ എന്താണ് അടുത്ത പ്ലാൻ? അത് അവിടെ കുറെ ആളുകൾ റിസൾട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഡയബറ്റിക് മാറി, ഇന്ന പ്രശ്നങ്ങൾ മാറി. അപ്പൊ ഞാൻ കോച്ചിനോട് ചോദിക്കുന്നത്, കാശ് കൊടുത്തിട്ട് ഇതൊക്കെ പറയിപ്പിക്കണതാണോ എന്നുള്ളൊരു സംശയത്തിന് പുറത്ത്. അപ്പം പറയില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഇതുപോലെ റിസൾട്ട് ഷെയർ ചെയ്യുന്നത്.
അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ എന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്യാനുള്ള പരിപാടിയാണോ ചോദിച്ചു. അപ്പൊ ഇവിടെ അഡ്മിറ്റ് എന്നുള്ള സംഭവമില്ല, ഇവിടെ ഒരു ചികിത്സാ കേന്ദ്രവും ഇല്ല. അപ്പൊ എന്റെ കോച്ച് പറഞ്ഞു വെച്ചാല്, നിങ്ങൾക്ക് എന്താണോ പ്രശ്നം ആ പ്രശ്നത്തിനുള്ള പരിഹാരം ഇവിടെ ഉണ്ട്. അപ്പൊ എന്റെ പ്രശ്നം കോച്ചിനോട് പറഞ്ഞു. കോച്ച് എന്റെ അടുത്ത് ഞാൻ ആവശ്യപ്പെട്ട ഒരു കാര്യം, എനിക്ക് ഉറങ്ങണം, നന്നായിട്ട് ഉറങ്ങണം. ഏതൊരു പ്രവാസിയും ചിന്തിക്കുന്ന ഒരു കാര്യം, പുറത്തൊക്കെ പണിയെടുത്തിട്ട് വന്നു ഞാൻ വീട്ടിലെത്ര നന്നായിട്ട് കിടന്ന് ഉറങ്ങണം. പക്ഷെ എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. അപ്പൊ കോച്ച് ഒരു സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ എനിക്ക് അതിൽ തൃപ്തിയില്ല. ഞാൻ വന്ന് ആയുർവേദം പിഴിച്ചിലും തടത്തിലൊക്കെ നടത്തിയിട്ട് തിരിച്ചു പോകാനുള്ള രീതിയിലാണ് നിൽക്കുന്നത്. എന്നാലും മനസ്സില്ലാ മനസ്സോട് കൂടിയാണ് ഈ പ്രോഗ്രാം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു ആദ്യത്തെ ഒരു 3 ദിവസമായിട്ട് തന്നെ വളരെയധികം എനർജി ഫീൽ ചെയ്തു. എനിക്ക് ഉറക്കം ബെറ്റർ ആവാൻ എന്ന് വെച്ചാൽ ഹാഫ് ബെറ്റർ ആയി, പഴയതിനേക്കാളും കുറച്ച് ബെറ്റർ ആയി. ഒരു 9 മണിയാകുമ്പോൾ കിടക്കും, ഒരു വീണ്ടും കുറെ കഴിയുമ്പോഴേക്ക് ഉണരും. മറ്റത് 2 മണിയായാലും ഉറക്കം വരില്ല. അപ്പൊ ഞാൻ കോച്ചിനോട് പറഞ്ഞു എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്റെ കോച്ച് പറഞ്ഞു ശരി. അപ്പൊ ഞാൻ ഭക്ഷണത്തിനും കൂടി എന്തെങ്കിലും വിട്ടുവീഴ്ച ഉണ്ടാകുന്ന ചോദിച്ചു. ഭക്ഷണം കുറച്ച് ദിവസം കഴിയുമ്പോൾ ടൈറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു എന്റെ കോച്ച്. അപ്പം ഒരു കപ്പലണ്ടി മിഠായി മേടിച്ചിട്ട് കഴിക്കാൻ ഇങ്ങനെ കൊതി തോന്നും. നാട്ടിലൊക്കെ വരുമ്പോൾ ഈ ടിന്നിലൊക്കെ ചെറിയ കടകളിലൊക്കെ ഇട്ടിരിക്കുന്ന ചില പലഹാരങ്ങൾ മിഠായി കാണും, തേൻ മിഠായി പോലെ. അപ്പൊ ഇതൊക്കെ കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നുമ്പോൾ ഞാൻ കോച്ചിനോട് വിളിച്ചു ഇത് കഴിക്കാൻ വേണ്ടി. അപ്പൊ കോച്ചിനെ ഒരുപാട് ശല്യം ചെയ്യുമായിരുന്നു. അപ്പൊ കോച്ചിന്റെ അടുത്ത് പറയും നിങ്ങൾക്ക് കഴിക്കാം, പക്ഷെ എത്ര പെട്ടെന്ന് റിസൾട്ട് വേണം. നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് വേണോ കുറച്ച് വൈകി റിസൾട്ട് വേണം. ഇനി വൈകി കഴിഞ്ഞാൽ നിങ്ങൾ പ്രശ്നത്തിലോട്ട് പോകും. ആ പ്രശ്നത്തെ മനസ്സിലാക്കി തരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആ കഴിക്കുന്ന മിഠായിയെ മാറ്റി വയ്ക്കും. ആ രീതിയിൽ എന്റെ കോച്ച് എന്നെ ഗൈഡ് ചെയ്തതിന്റെ ഭാഗമായി ആദ്യത്തെ ഒരു മാസം 9.5 കിലോ വെയിറ്റ് ഞാൻ കുറച്ചു. 5.5 മാസം കൊണ്ട് 32 കിലോ വെയിറ്റ് ഞാൻ ലോസ് ചെയ്തു. 32 കിലോ വെയിറ്റ്. അപ്പൊ എന്റെ ഒരു റിസൾട്ട് കണ്ടു. നാട്ടിലുള്ള ആൾക്കാർ പരിഹാസം കളി ആക്കിയ ആൾക്കാരൊക്കെ എന്റെ അടുത്ത് വരാൻ തുടങ്ങി. അവർ പറഞ്ഞു ഡയബറ്റിക് ആണോ, ഇത്രയും പെട്ടെന്ന് വെയിറ്റ് കുറഞ്ഞല്ലോ, ഡയബറ്റിക് ഒന്നും പിടിച്ചോന്ന് ചോദിച്ചു. ഞാൻ ഡയബറ്റിക് പിടിച്ചില്ല, ഞാൻ എന്റെ ജീവിത ശൈലി ഒന്ന് മാറ്റി. നിങ്ങൾക്ക് വന്നാലും അതുപോലെ ഒരു ജീവിത ശൈലി മാറ്റിയാൽ നിങ്ങൾ ഹെൽത്തിയോടെ ഇരിക്കാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ സുഹൃത്തുക്കളെ ഞാൻ അവിടെ കൊണ്ടുവന്നു. അപ്പൊ എന്റെ കോച്ച് എന്റെ അടുത്ത് ചോദിച്ചു ഈ പാസ്പോർട്ട് ഒന്ന് മാറ്റി വെക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്തിനാണ് പാസ്പോർട്ട് മാറ്റി വെക്കുന്നത്? അപ്പൊ കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഇതിലൊരു ലൈഫ് ഉണ്ട്. നിങ്ങൾ വീണ്ടും ഈ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ 1 ലക്ഷമോ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ അവിടെ നിന്ന് സമ്പാദിക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ നിങ്ങൾക്ക് പഴയതുപോലെ ആയി കഴിഞ്ഞാൽ ഈ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് പോകും. അപ്പൊ ഞാൻ അത് ചിന്തിച്ചു. എനിക്ക് കിട്ടിയ സ്നേഹം, എന്റെ മക്കളോടൊപ്പം ഇരിക്കാൻ പറ്റുന്ന സ്നേഹം, മക്കളോട് ചിലവഴിക്കാൻ പറ്റുന്ന, ഫാമിലിയോടൊപ്പം ചിലവഴിക്കാൻ പറ്റുന്ന ഈ ഒരു നിമിഷം, അത് നമ്മൾ ആരോഗ്യം നഷ്ടപ്പെടുത്തി അവിടെ ഒരു പുറത്തു നിന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന സമ്പത്തിനേക്കാളും എത്രയോ വലുതാണെന്നുള്ള ആ ഒരു തിരിച്ചറിവ് എനിക്ക് നൽകിയത് എന്റെ കോച്ചാണ്. അങ്ങനെയാണ് ഈ ഒരു ഗ്ലോബൽ ബ്രാൻഡഡ് സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്തിരുന്ന ഒരു വെൽനസ് ഇൻഡസ്ട്രിയിൽ വളരെ ആക്റ്റീവായി നിൽക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചു. അതിനെന്നെ സഹായിച്ചത് പൂർണ്ണമായും എന്റെ കോച്ചും ഈ സിസ്റ്റമാണ്. അതിന് എന്റെ കോച്ചിനോടും ഈ സിസ്റ്റത്തോടും ഞാൻ നന്ദി പറഞ്ഞു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, വെരി ഗുഡ്. നമുക്ക് ടൈം ഷോർട്ടാണ്, അതുകൊണ്ട് നമ്മൾ ഫൈനൽ ക്ലോസിംഗിലേക്ക് നമ്മൾ കണക്ട് ആവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. ധാരാളം ആളുകളുടെ എക്സ്പീരിയൻസ് ഉണ്ട്. നമുക്ക് നെക്സ്റ്റ് ഉള്ള സെഷനിൽ നമുക്ക് അവരുടെ എക്സ്പീരിയൻസും പല കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഇത്രയും കാര്യങ്ങൾ കേട്ടു, ഇത്രയും പ്രോബ്ലംസ് ഉണ്ട്, ഇത്രയും പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഇനി അവിടെ നിന്ന് നമ്മൾ യു ടേൺ എടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു തീരുമാനം എടുത്താൽ നമ്മൾ അത് കറക്റ്റ് ട്രാക്കിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കണം. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, കാരണം നമ്മളൊരു തെറ്റായ ജീവിത ശൈലിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന അവിടെ നിന്നൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഉണരാനും സൂര്യൻ അസ്തമിക്കുമ്പോൾ തന്നെ ഒരു റിലാക്സ് മോഡിലേക്ക് നമ്മൾ കണക്ട് ആവാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കണക്ട്, 80% ഓഫ് ന്യൂട്രീഷൻ, 20% ഓഫ് എക്സസൈസ്, 100% ഓഫ് പോസിറ്റീവ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഗ്ലോബൽ ഫിലോസഫിയെ എങ്ങനെ ഫുൾഫിൽ ചെയ്യാൻ കഴിയും എന്ന് ഈസിയായി എത്ര തിരക്കുള്ള ആൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിലൂടെയാണ് ഈ പ്രോഗ്രാം റൺ ആവുന്നത്. അതെങ്ങനെയാണെന്ന് കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അതിന് വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ഒരു ദിവസത്തെ പ്രോപ്പർ ഫുഡിനെ കുറിച്ച് നിങ്ങൾ അറിയണം. പ്രോപ്പർ